ഹായ് ഫ്രണ്ട്സ്, സോനു ഫാബ്രിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളിന്ന് വീഡിയോയുടെ ഇൻട്രോയിൽ കണ്ടതുപോലെ ഒരു വെറൈറ്റി വർക്കായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വർക്ക് എങ്ങനെ ചെയ്യണമെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഹാളിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇത് സെറ്റി ആയിട്ട് ഉപയോഗിക്കാം, അതുപോലെ നമുക്ക് കട്ടിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു രീതിയിലാണ് ഈ വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഉപകാരത്തിനും നമുക്കിത് പറ്റും. അപ്പോൾ ഈ വർക്ക് നമ്മുടെ ക്ലയൻറ്റ് മെറ്റലിൽ ഇങ്ങനൊരു വർക്ക് കണ്ടപ്പോൾ നമുക്ക് ഫാബ്രിക്കേഷനിൽ ഈ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ചെയ്തെടുത്തൊരു വർക്കും കൂടിയാണ് ഇത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 2 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബാണ്. അപ്പോൾ ഇതിലാണ് ഈ വർക്ക് ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ അളവ് വന്നിട്ട് 6x4 നമ്മൾ ഈ വർക്ക് ചെയ്യണത്. അപ്പോൾ അത് ഫോൾഡിങ് ടൈപ്പ് ആക്കാൻ വേണ്ടിയിട്ട് 6x2 നമ്മൾ 2 ഫ്രെയിം ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ വരുന്ന ഫ്രെയിമാണ് നമ്മൾ ആദ്യം ആംഗിൾ വെക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ അടുപ്പിച്ച് ട്യൂബ് കൊടുത്തിട്ടാണ് ടോപ്പിലേക്ക് വരുന്ന ഫ്രെയിമിനെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു സൈഡ് 1 ഇഞ്ച് ക്ലീറ്റ് ആംഗിളും ഒരു സൈഡ് 3/4 ഇഞ്ച് ക്ലീറ്റ് ആംഗിളുമാണ് വെച്ച് കൊടുക്കുന്നത്. 45 കട്ട് ചെയ്ത ഭാഗത്ത് 1 ഇഞ്ചിൻ്റെ ക്ലീറ്റ് ആംഗിളുമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ആംഗിൾ വരുന്ന ഭാഗത്തൊക്കെ വുഡിൻ്റെ റീപ്പർ ഇട്ട് കൊടുത്തിട്ടാണ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യണത്. അതുപോലെ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് നമുക്ക് 16 ഇഞ്ചിലാണ്. ഇതിൻ്റെ ഫ്രെയിമിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കളറ് മെറ്റാലിക്കിൽ വരുന്ന ഒരു ചാമ്പ്യൻ കളറാണ്. ഫോൾഡിങ് ടൈപ്പ് ആവുകൊണ്ടാണ് നമ്മൾ ഈ മെറ്റാലിക്കിൻ്റെ കളർ തന്നെ ഈ വർക്കിന് യൂസ് ചെയ്തത്. പൗഡർ കോട്ടിങ്ങിൽ വരുന്ന കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കളറ് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അടുപ്പിച്ചിട്ടാണ് നമ്മൾ സ്ക്വയർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 45 ഡിഗ്രിയിൽ ആംഗിൾ വെച്ചെടുക്കുന്നതും വുഡിൻ്റെ റീപ്പറും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ ഈ ആംഗിൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 1/8 റിബിറ്റ് തന്നെയാണ് യൂസ് ചെയ്യണത് കോർണറിൽ വരുന്ന ആംഗിളിന്. പിന്നെ സെൻറ്ററിൽ നമ്മൾ വെർട്ടിക്കലായിട്ട് കൊടുക്കുന്ന ആംഗിളിന് നമ്മൾ മരത്തിലേക്ക് ഡയറക്റ്റ് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് 1/8 ബിറ്റിട്ട് തുളച്ചിട്ട് വുഡിൻ്റെ റീപ്പറിലേക്ക് 1 ഇഞ്ചിൻ്റെ സ്ക്രൂ ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഈ വർക്ക് ഒന്നും കൂടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ വർക്കിൻ്റെ ആംഗിളൊക്കെ വെക്കുന്ന ഭാഗത്ത് നമ്മൾ വുഡിൻ്റെ റീപ്പർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ കുറച്ച് സ്പീഡായിട്ടാണ് ചെയ്യണത് കാണിക്കുന്നത്. അപ്പോൾ ഈ വർക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഫാബ്രിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ചാനലിൽ ഫാബ്രിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളാണ് കൂടുതൽ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ കിച്ചൺ കബോർഡ്, അതുപോലെ വാൾഡ്രോബ്, ഫാബ്രിക്കേഷൻ റിലേറ്റഡ് ആയ എല്ലാ വർക്കുകളും നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയിട്ട് ഫുള്ളായിട്ട് വീഡിയോസുകൾ വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പം ഇനി ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ആംഗിൾ വെപ്പ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ഈ ഫ്രെയിം ഒന്ന് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മളൊരു പശ അടിച്ചു കൊടുത്തിട്ടാണ് ഇത് അസംബിൾ ചെയ്തെടുക്കുന്നത്. ഈ പശ നമ്മൾ സിലിക്കോണല്ലത്, നമ്മൾ മെറ്റലും അതുമാതിരി ടൈൽസ്, ഗ്രാനൈറ്റ് ഒക്കെ ഒട്ടിക്കുന്ന ഒരു പശയാണ്. കുറച്ച് റേറ്റ് വരുന്നുണ്ട് അതിന്. ആ പശ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കൂട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 2 സൈഡ് നമുക്ക് ഫുള്ളായിട്ട്
ആംഗിളിലേക്ക് റിബിറ്റ് അടിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണമാണ് നമ്മൾ പശയും കൂടി ഇട്ടിട്ട് ഈ വർക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫുള്ള് ട്യൂബിൽ നമ്മൾ ആംഗിൾ വരുന്ന ഭാഗത്ത് പശ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ 4 പുറം മാത്രമാണ് നമ്മളിത് ആംഗിളിലേക്ക് റിബിറ്റ് അടിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ ഒരു ഭാഗം നമുക്ക് താഴ്ഭാഗത്ത് കാണാത്തൊരു സൈഡ് മാത്രമാണ് നമ്മൾ ഇതിൽ റിബിറ്റ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ 2 സൈഡും നമുക്ക് കാഴ്ചയുള്ള ഭാഗമാകൊണ്ടാണ് നമ്മൾ ആ ഭാഗത്ത് റിബിറ്റ് അടിച്ചു കൊടുക്കാത്തത്. അപ്പോൾ ഈ പശ വെച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മളിത് ഒരു ദിവസം ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഈ പശ നല്ല ടൈറ്റായിട്ട് ഇതിൽ പശയിൽ ഇത് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഭാഗത്ത് നമ്മൾ ഓരോ റിവിറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോർണറിൽ എല്ലാ ഭാഗത്തും നമ്മൾ പശ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അടുപ്പിച്ച് ഇങ്ങനെ റിബിറ്റ് കാണണ്ടെന്നുള്ളൊരു രീതിക്കാണ് നമ്മളതിൽ റിവിറ്റ് അടിച്ചു കൊടുക്കാത്തത്. പിന്നെ ഇതിന് കാല് വരുന്ന ഭാഗത്ത് നമ്മൾ ആംഗിൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കോർണറിൽ നമ്മൾ വുഡിൻ്റെ റീപ്പർ ഇട്ട് കൊടുത്തത് ഈ വരുന്ന ആംഗിളിൽ നിന്ന് നമുക്ക് സ്ക്രൂ ചെയ്തിട്ട് വുഡിലേക്ക് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ആ ഒരു രീതിയിൽ 45 വരുന്ന ഭാഗത്ത് വുഡിൻ്റെ റീപ്പർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് കാലൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു 4 ഇഞ്ച് നമ്മൾ കാല് വരുന്ന ഭാഗത്ത് ഇറക്കി വെച്ച് കൊടുത്തിട്ടാണ് നമ്മളിതിന് ആംഗിൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഫ്രെയിം ഒന്ന് ജസ്റ്റ് റിവിറ്റ് അടിച്ചിട്ട് ഒന്ന് കൂട്ടിയെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. 14 ഇഞ്ചിലാണ് ഇതിൻ്റെ കാല് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോപ്പിലെ ഫ്രെയിമും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ടോട്ടൽ അളവ് 16 ഇഞ്ചായിട്ട് കിട്ടും. അതുപോലെ ഇതിൻ്റെ കാല് വരുന്ന ഭാഗത്ത് നമ്മൾ അടിഭാഗം ഒപ്പാക്കിയിട്ട് വുഡിൻ്റെ റീപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പിന്നീട് ബുഷ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് താഴ്ഭാഗത്ത് കറക്റ്റ് ഒപ്പാക്കിയിട്ട് വുഡിൻ്റെ റീപ്പർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഫ്രെയിമിൻ്റെ സെൻറ്റർ ഭാഗത്തും കൂടി ഒരു ആംഗിൾ സെറ്റ് ചെയ്ത് കൊടുക്കാണ്ട്. അപ്പോൾ ഇതിൽ സെറ്റ് ചെയ്യണ കാണിക്കണമെന്നില്ല. അപ്പോൾ കറക്റ്റ് സെൻറ്ററായിട്ട് നമ്മളൊരു ആംഗിളും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് അവിടെ ഒരു ഹൈറ്റ് പീസ് വരുന്നതാണ്. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ആംഗിൾ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫുള്ളായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ഒരു ഫ്രെയിമിൻ്റെ വർക്ക് ഇപ്പോൾ നമ്മളിവിടെ ഫിനിഷിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ നമുക്ക് 3 സൈഡ് വരുന്ന ഒരു ഫ്രെയിമും കൂടി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാണ്ട്. ഇതിലിനി ചെയ്യാനുള്ള വർക്ക് ബുഷ് വെച്ച് കൊടുക്കലാണ്. അപ്പോൾ ബുഷ് വെക്കൽ നമ്മളിതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഫ്രെയിമിൽ നമ്മൾ ബുഷ് എങ്ങനെ വെക്കുക എന്നുള്ളത് നമ്മൾ ആ ഒരു ഫ്രെയിമിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റത്തെ ഫ്രെയിമിൻ്റെ വർക്ക് നമുക്കിവിടെ ഫുള്ളായിട്ട് ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ഫ്രെയിമിലും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റിങ് കാണിക്കുകയാണ്. അപ്പോൾ ഇത് 3 സൈഡാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. അതുപോലെ ഇതിൻ്റെ അതിൽ ചെയ്യാത്ത ഒരു വർക്ക് ഇതിൽ സെൻറ്ററിൽ ഓരോ സെക്ഷനും കൂടി അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സെറ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ചാരുന്ന ഭാഗമാണ് വരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇതിൽ അഡീഷണലായിട്ട് സെൻറ്ററിൽ ഓരോ സെക്ഷനും കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വർക്കിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ.
അപ്പോൾ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വർക്കുകൾ നിങ്ങളുടെ വീടുകളിൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വർക്കിൻ്റെ റേറ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വർക്കിന് ഉപയോഗിച്ചിട്ടുള്ള ഈ 2 ഇഞ്ചിൻ്റെ സെക്ഷൻ ചിലപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് എടുക്കുന്ന ഷോപ്പിൽ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അവിടെ പ്രത്യേകം പറഞ്ഞിട്ട് നമ്മൾ ഈ സെക്ഷൻ ഓർഡർ ചെയ്തിട്ട് വരുത്തിച്ചതാണ്. അപ്പോൾ ഇതുപോലുള്ള മെറ്റീരിയൽസ് മാർക്കറ്റിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഫർണിച്ചർ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ വർക്കും നമുക്കിവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ബുഷ് എങ്ങനെ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മരത്തിൽ ചെയ്തെടുത്തൊരു ബുഷാണ്. അപ്പോൾ ഇനി അതെങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതും കൂടി നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതിൽ 2 ഹോൾസ് അടിച്ചെടുക്കുകയാണ്. 1/8 ബിറ്റ് ഇട്ടിട്ടാണ് നമ്മളിതിൽ ഹോൾ അടിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഹോളൊന്ന് കൗണ്ടർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കൗണ്ടർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 4 പുറം കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ ടോപ്പിൽ നിന്ന് 1/8 ബിറ്റ് ഇട്ടിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ആ മാർക്കിങ്ങിൽ 332 ബിറ്റ് ഇട്ടിട്ട് ഹോൾസ് ഇട്ടിട്ടാണ് നമ്മൾ പശയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളിതിൽ സ്ക്രൂ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ബുഷ് വരുന്നത് 1/2 ഇഞ്ച് കനത്തിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ 3/4 ഇഞ്ചിൻ്റെ ഒരു ബുഷാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കാലിൻ്റെ അടിഭാഗത്ത് നമ്മളൊരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ആംഗിൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 1/4 ഇഞ്ചും നമ്മുടെ ബുഷിൻ്റെ കനം 1/2 ഇഞ്ചും കൂടി 3/4 ഇഞ്ച് ബുഷാണ് നമ്മൾ സെൻറ്റർ ഭാഗത്ത് ആ ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ബുഷ് സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമ്മൾ ഹോൾസ് ഒന്ന് ജസ്റ്റ് പേപ്പർ ഇട്ട് ഉരച്ചിട്ട് നമ്മൾ ഇതിൽ മക്കൊക്കെ ഇട്ട് അടച്ചിട്ട് ഇത് പോളിഷ് ചെയ്തെടുക്കണതാണ്. അപ്പോൾ നമ്മുടെ വർക്ക് ഇപ്പോൾ ഏകദേശം 2 ഫ്രെയിമിൻ്റെ വർക്കും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടും കൂടി നമുക്കൊന്ന് ജസ്റ്റ് വെച്ചിട്ട് ഇഞ്ചസ് വെച്ചെടുക്കണം. പിന്നെ ഈ ഇഞ്ചസ് വെച്ചെടുക്കണതാണ് ഇനി അടുത്തത് കാണിക്കുന്നത്. അപ്പോൾ ഇഞ്ചസ് വെച്ചെടുക്കുമ്പോൾ നമ്മൾ സെൻറ്ററിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇഞ്ചസ് വെച്ചെടുക്കുന്നത്. അപ്പോൾ 4 ഇഞ്ചിൻ്റെ 3 ഇഞ്ചസാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കട്ടിൽ വരുന്ന ഭാഗത്തേക്കായിട്ടാണ് നമ്മൾ ഹിഞ്ചസ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുകളിൽ കുഷ്യൻ വരുന്ന കാരണം കൊണ്ട് നമുക്ക് ഹിഞ്ചസ് ഇവിടെ തടസ്സം വരുമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് നമ്മളിത് കട്ടിലിൻ്റെ ഭാഗത്ത് തന്നെ
ഇഞ്ചസ് പരത്തി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് കൂടുതലായിട്ടും സെറ്റി ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ സെറ്റി ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇരിക്കണ ഭാഗത്ത് തടസ്സം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഈ രീതിയിൽ കട്ടിലിൻ്റെ ഭാഗത്ത് തന്നെ ഇഞ്ചസ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യണ ടൈമിൽ നമുക്കിത് ഇത്രയും സ്ട്രോങ് ആയിട്ട് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് വർക്ക് കഴിഞ്ഞപ്പോൾ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല വെയിറ്റുള്ള ഒരു 2-3 ആൾ ഇത് യൂസ് ചെയ്താലും ഇതിന് യാതൊരു കംപ്ലൈൻറ്റും വരില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ വർക്ക് അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇത് സ്ട്രോങ് ആക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വർക്കുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇതിലും നല്ലൊരു കണ്ടൻറ്റുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.